നമ്മളിപ്പോ ഈ കോഴിക്കോട് പൂച്ചമ്പാറ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ടൗണാണ്. ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഉൾരാജ്യങ്ങൾ. അപ്പൊ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പട്ടണക്കാരുടെ വളവും തിരിവൊന്നും അവർക്കറിയില്ല. നേരെ വാ നേരെ പോ, അതാ ഗ്രാമവാസികളുടെ രീതി. അപ്പോ ഗ്രാമവാസികളായ അറബികൾ അവര് വന്നു റസൂലുള്ളാഹിന്റെ അടുക്കൽ. വന്നിട്ട് ഈ ഗ്രാമവാസികളുടെ ഒരു വയസ്സായ ആള് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാണ്. എന്തെന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പൊ ഒരു മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. എന്നാലേ പഴയ കിതാബുകൾ, തൗറാത്ത്, ഇഞ്ചീൽ പോലത്തെ കിതാബുകളിലൊക്കെ അവസാന കാലത്ത് ഒരു നബി വരും എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട്. ആ നബിന്റെ പേര് മുഹമ്മദ് ആണ് എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട്. ആ നബി ഖുറൈശിയാണ് എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട്. ആ നബി മക്കത്ത് ജനിക്കും, അതൊക്കെ കിതാബുകളിലുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തേ അത് നിങ്ങളാണെന്നുള്ളതിന് എന്താ തെളിവ്? അതല്ലേ സാധാരണക്കാരുടെ ചോദ്യത്തിനും ഉത്തരത്തിനും ഒന്നും എന്തില്ല, നീ വളവും തിരിവൊന്നുമില്ല, നേർക്ക് നേരാണ് ചോദിക്കലാണ്. അപ്പൊ ഈ സാധാരണക്കാരനായ അറബി വന്നിട്ട് ഞാൻ ഈ പറയുന്ന സംഭവം ഇസ്ലാമിന്റെ കിതാബുകളിൽ ഒരു 3000 കിതാബുകളിലെങ്കിലും രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് സാധാരണക്കാരനായ ആള് അറബി, അയാൾ വന്നിട്ട് ചോദിച്ചു, സംഗതി ശരിയാണ്, അവസാനം ഒരു നബി വരും, ആളെ പേര് മുഹമ്മദായി, മക്കത്ത് ജനിച്ചാളായി, പക്ഷെ അത് നിങ്ങളാണെന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കാന്ന്. അപ്പൊ ഈ സാധാരണക്കാരന്റെ ഈമാനാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, തിരിച്ചു ചോദിച്ചു, അല്ല ഞാനാണ് മുഹമ്മദ് നബി എന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് എന്താ തെളിവ് വേണ്ടത്? അപ്പൊ ഇയാള് പറഞ്ഞു, പഴയ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിപ്പിച്ച നബി നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ നുബുവത്ത് മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് മാത്രമല്ല, ഇനി ലോകത്തൊരു നബി വരാനില്ല. അതുകൊണ്ട് ലോകത്തിന് മുഴുവനും ആണ് മുഹമ്മദ് നബി. അങ്ങനത്തെ നബിയാണ് മുഹമ്മദ് നബി എന്ന കിതാബുകളിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നബിയാണോ? അതെ, ഞാൻ നബിയാണ്. എന്താ തെളിവ്? എന്താ തെളിവ് വേണ്ടത്? ആ കാണുന്ന ഒരു വലിയ മരം, ആ മരം പറയട്ടെ നിങ്ങളാണ് നബി, എന്നാ ഞങ്ങൾ വിശ്വസിച്ചോളാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മരത്തെ നേരിട്ട് വിളിച്ചില്ല. നബി തങ്ങൾ ഈ വന്ന ആളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ മരത്തിന്റെ അടുത്ത് പോയി, എന്നിട്ട് ആ മരത്തോട് നിങ്ങൾ പോയി പറയും, മരമേ യാ ഷജർ, മരമേ മുഹമ്മദ് റസൂലുള്ളാഹി യദ്ഊക. ആ മരത്തോട് നിങ്ങൾ പോയിട്ട് പറയും, നിന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ആ മരത്തിന്റെ അടുത്ത് പോയി പറഞ്ഞോളിന്ന. റസൂലുള്ള അത് പറയേണ്ട താമസം ഇയാൾ ആ മരത്തിന്റെ അടുത്തേക്ക് ഓടി. അന്ന് പിന്നെ വഹാബികളില്ലല്ലോ, ആലോചിച്ച് നിൽക്കേണ്ട കാര്യമല്ല, മൗദൂദികൾ തീരല്ല, അതുകൊണ്ട് പോണോ പോണ്ടോ എന്നുള്ള സംശയം. അവരൊന്നും അന്നില്ലല്ലോ, അപ്പൊ അങ്ങനത്തെ വിഷയമൊന്നും അന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇയാൾ നേരെ പോയി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് പറ മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് എന്ന് പറ. ഇയാൾ നല്ല മനുഷ്യൻ നേരെ ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യാ ഷജർ മുഹമ്മദ് റസൂലുള്ളാഹി യദ്ഊക, അല്ലാഹുവിന്റെ റസൂലാണ് നിന്നെ വിളിക്കുന്നത് എന്ന്. ഇനി സംഭവം പറയേണ്ടത് ആരാണ്? ഇത് ദൃക്സാക്ഷികളാണ്. അവിടെ ദൃക്സാക്ഷികളായ ആളുകൾ പറയാം, മുഹമ്മദ് നബി വിളിക്കുന്നു എന്ന് കേട്ടപ്പോഴേക്കും നല്ല വേര് ഉറച്ചു നിൽക്കുന്ന വലിയ വൃക്ഷം ഫമാലത്ത് ഇലൽ യമീനി വഇലൽ ശിമാലി, ആ മരം വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും മരം ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ചാഞ്ഞു. വേരോട് കൂടെ അത് കടപഴകി. അത് കടപഴകിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തുനബി മുഖേന പ്രചരിപ്പിച്ച ഇസ്ലാമിൽ ചേരണം. നമുക്ക് ആഖിറം സമ്പാദിക്കാനല്ലാതെ നമ്മുടെ ഈ വഴുതുകൊണ്ട് വേറെ ലക്ഷ്യമില്ല കേട്ടോ. ഓർമ്മിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടപ്പോൾ ആ മരം കടപുഴകി. ആ മരം ഇങ്ങനെ വരുന്നത് ആളുകൾ നോക്കിക്കാണുകയാണ്. എങ്ങനെയാണ് ആ മരം വരുന്നത്? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തും തോറും മരത്തിന്റെ കൊമ്പുകൾ, ഇലകൾ, അതിന്റെ ചില്ലകൾ അതിങ്ങനെ റുക്കൂഇൽ സുജൂദിൽ താഴ്ന്ന് താഴ്ന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ വന്നു നിന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് വൽ വഹ്ശു വൽ അസ്ജാറു കസ്സജദത് ലഹു وعليه كسلمنا بعد تشهدي يا رب صل. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിലേക്ക് ഇങ്ങോട്ട് എത്തിയപ്പോൾ എന്താണ് ആ മരം ചെയ്തത്? റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് ഇങ്ങനെ ആദരവിൽ നിന്നു. ഏത് നൃത്തം? ആദം നബിയുടെ മുമ്പിൽ മലക്കുകൾ നിന്ന നൃത്തം.
മലക്കുകൾ സുജൂദിൽ നിന്നല്ലോ. ആ ബഹുമാനത്തിന്റെ നൃത്തം നിന്നു ആര്? ആ മരം റസൂലുള്ളാഹിന്റെ അടുക്കൽ. എന്നിട്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. എന്നിട്ട് റസൂലുള്ളാഹിക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മരത്തിന്റെ ഈ രംഗം അവിടെ കണ്ടു നിൽക്കുന്ന മുഴുവൻ ആളുകളും കണ്ടു. അവരെല്ലാവരും ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രഖ്യാപിക്കുമ്പോൾ അത് തെളിയിക്കണം. എന്താ തെളിവ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിക്ക് എന്താ അള്ളാഹു കൊടുത്ത കഴിവ്? അള്ളാഹു അപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന കഴിവുകൾ കൊടുത്തിട്ടാണ് വെച്ചത്. എത്ര സംഭവമാണ് നിങ്ങൾക്ക്? ഇതുപോലത്തെ 100 സംഭവങ്ങൾ. ഖബസാത്ത് മിൻ ഹയാത്തുർ റസൂൽ എന്ന് പറഞ്ഞൊരു കിതാബ്. സൗദി അറേബ്യയിലെ ആധുനിക പണ്ഡിതന്മാർ റഫർ ചെയ്യുന്ന ഗ്രന്ഥമാണ്, എല്ലാവരോടും അംഗീകരിക്കുന്ന ഗ്രന്ഥം. ആ കിതാബിന്റെ ആദ്യത്തിൽ കാണാം ഒരു സംഭവം. എന്താ സംഭവം? ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലാത്ത അന്നത്തെ അബൂ സുഫിയാന്റെ ഒപ്പം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഋതുബത്ത് ഷൈബത്ത് അബൂജഹൽ എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ജോർജ് ബുഷ്, ടോണി ബ്ലെയർ, കോഫി അണ്ണാൻ എന്നൊക്കെ പറഞ്ഞ അതിന്റെ വാക്യാണ്. അപ്പൊ അള്ളാഹു കാക്കട്ടെ, അവരൊക്കെ ശരണത്തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ ആ അബൂ സുഫിയാനും ഋതുബത്തും ഇങ്ങനെ കഅബത്തിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കുക. പഴയ കാലത്ത് ഒരു മുസ്ലിമായിട്ടില്ല. അപ്പോ മലന്റെ മുകളിൽ നിന്ന് ഒരു ആട് ഓടി ഇങ്ങനെ വരുന്നത്, ഒരു മാന് ഓടി വരുന്നത് ഇവര് ശ്രദ്ധിച്ചു. ഓടിക്കത്തു. അപ്പൊ ബാക്കിലുണ്ട് ഒരു ചെന്നായ, ഇതിനെ പിടിക്കാൻ വേണ്ടി ചെന്നായെ പേടിച്ച് ഓടാണ് പുള്ളിമാൻ. ഓടി ഇനി ആ മാന് കഅബത്തിന്റെ അതിർത്തിയായ ഹറമ്, ആ ഹറമിന്റെ ഉള്ളിലേക്ക്, അതിർത്തിയായ ഹറമിലേക്ക് മാൻ ഇങ്ങോട്ട് കടന്നു. അപ്പൊ ചെന്നായ അടുത്തെത്തിയിട്ട് കാലിങ്ങനെ പൊക്കി നിൽക്കുക. ഒരു കാല് വെച്ചാൽ ആ പുള്ളിമാനെ പിടിക്കാൻ ചെന്നായക്ക് കിട്ടും. അപ്പോഴേക്ക് മാൻ എന്ത് ചെയ്തു? ഹറമിന്റെ അതിർത്തിക്ക് കടന്നു. അപ്പൊ കാലിങ്ങനെ പൊക്കി വെച്ച ചെന്നായ കാലിന് താഴ്ത്തി വെച്ചു. എന്തേ? ഹറമിൽ കടന്ന ഒരാൾ, ഹറമിലെത്തിയ ഒരു ജീവിയെ, അതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഹറമിൽ ഒരു ജീവി മറ്റൊരു ജീവിയെ കൊല്ലൂല. അതാ കഅബത്തിന്റെ പ്രത്യേകത, ഹറമിന്റെ ബഹുമാനം അതാണ്. അപ്പൊ ആ ചെന്നായ, ആർത്തിരമ്പി പിടിക്കാൻ വന്ന ചെന്നായ പൊക്കിയ കാല് മെല്ലെ താഴ്ത്തി വെച്ചു. ചെന്നായ ഇങ്ങനെ ഇഴിച്ചിട്ട് അപ്പുറത്തോ ഒരടി അപ്പുറത്ത് ചെന്നായ പുള്ളിമാൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. രക്ഷപ്പെട്ട സന്തോഷത്തിന്. ഇര കിട്ടാത്ത ജാല്യതയിൽ ചെന്നായും രക്ഷപ്പെട്ട സന്തോഷത്തിൽ ആരും പുള്ളിമാൻ. യാ അല്ലാഹ്, ഈ രംഗം കണ്ടപ്പോ അബൂ സുഫിയാൻ ഋതുബത്തിനോട് പറഞ്ഞു, പടച്ചവനെ, അല്ലാഹുവിന്റെ ഹറം വല്ലാത്ത